പ്രസവശേഷം അതല്ലെങ്കിൽ നമ്മുടെ സി സെക്ഷന് ശേഷം ഞാൻ പിറ്റേ ദിവസം ഗോൾഡനെ കാണാൻ പോകുന്നതും സ്വാഭാവികമായിട്ടും സി സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റിക്കവറി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നത്. പ്രീ ടൈമായി ഉണ്ടായ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആണോ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഫീഡിംഗ് ആണോ, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് NG ട്യൂബ് ഉപയോഗിക്കുന്നത്, പിന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റെഡി ബൂം. അങ്ങനെ ഒരു ലേശം സൈലൻസർ വെച്ചിട്ടാണ് ഇപ്പോൾ വിടണേ, വേറെ ഒന്നുമില്ല. 2 കിടുതാപ്പോൾ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അവറ്റങ്ങളെ എണീപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബൂംബാങ്ങിൻ്റെ ഒരു ലേശം സൗണ്ട് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അഗെയിൻ നമ്മുടെ പ്രസവത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മുടെ പ്രസവ വീഡിയോ അല്ലെങ്കിൽ ഇത് സീരീസ് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ട്വിൻ പ്രഗ്നൻസിയുടെ സി സെക്ഷൻ്റെ ഒരു വീഡിയോ തൊട്ട് മുന്നേ ഇട്ടിരുന്നു. യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് മെജോറിറ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സ് അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിരന്തരമായി സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ആഡ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ബാക്കി വലിയ പ്രൊമോഷനൊന്നും ഈ വീഡിയോ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ വീഡിയോ ആണ് പെട്ടെന്ന് കണ്ടു തുടങ്ങണമെങ്കിൽ ആ സിസേറിയൻ സെക്ഷൻ, അതായത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, സി സെക്ഷനും ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ആ ഭാഗം ഞാനിടാം. ഇത് ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള റിക്കവറിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ രാത്രി ഞാനും പ്രിങ്ങും കൂടി കുട്ടികളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. നമുക്കിവിടെ NICUവിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടുത്തെ നേഴ്സുമാരെല്ലാം ടേക്കിംഗ് കെയർ ഓഫ് ദം. ഓക്കെ, ഇപ്പം ഞാൻ രാവിലെ ഗോൾഡനെ കാണാൻ പോവാണ്. ഗോൾഡ് ഇന്നലെ റിക്കവറിയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇന്നലെ കുറച്ച് ചെറിയൊരു കോംപ്ലിക്കേഷൻ പോലെയായി. കോംപ്ലിക്കേഷനല്ല, ആക്ച്വലി അനസ്തെറ്റിക്സ് ചെയ്തത് അവളുടെ ബോഡിയിൽ കുറച്ച് അധികം നേരം സ്റ്റേ ചെയ്തു. അപ്പോൾ അതിന് റിക്കവറിക്ക് 1.5 മണിക്കൂർ നേരം സമയമെടുത്തു. പിന്നെ ഗോൾഡ് ഇതുവരെ കുട്ടികളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ടേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഫീഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അടിപൊളി. If the world so ending, I wanna be next to you. Which video? നീ ഇവിടെ വന്ന് കഴിയുമ്പോഴും വീഡിയോ കാണുകയാണോ? ഹണി, ആൾക്കാരവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അതെ, നീ കുട്ടികളെ പോലും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അതാണ് എന്താ കാണാം. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ അവരെന്താ പോവാഞ്ഞേ? ഇന്നലെ എന്നെ കാണിച്ചില്ല. എന്നെ അവര് ദൂരെ ഇങ്ങനെ എടുത്തിട്ട്, അല്ല അത് സർജറിയുടെ സമയത്ത് കാണിച്ചിട്ട് പിന്നെ അവർ ചോദിച്ചില്ലേ നിന്നോട് കുട്ടീനെ കാണാൻ പോകണമെന്ന് അങ്ങനെ ചോദിച്ചായിരുന്ന? ഇന്നലെ റിക്കവറിയിൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് റിക്കവറിയിലേക്ക് പോകുമല്ലോ കുറച്ചു നേരം. അവിടെ പെണ്ണുമ്മളെ വിളിച്ചിട്ട് ഞെട്ടിച്ചു പണ്ടാരോടെ എന്റെ കിളി പോയിട്ടോ. അവിടെ ഞാൻ ഈ മരുന്നൊക്കെ അടിച്ച കാരണം എന്തിനൊക്കെയാന്നൊന്നും ചോദിക്കല്ലേ, എല്ലാ മരുന്നും അടിച്ച കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ വിറക്കിയ, ഭയങ്കരമായിട്ട് വിറക്കിയ. സർജറി കഴിഞ്ഞിട്ട് വിറക്കിയ, ചൂട് എടുക്കുന്നുണ്ട്, ഇവിടെയല്ല വേർത്ത് ഒഴുകുക, പക്ഷെ തണുക്കിടുണ്ട്. എന്നിട്ട് അവരൊരു ഫാനൊക്കെ സെറ്റാക്കി വെച്ച്, പക്ഷെ ഈ വിറക്കൽ നിൽക്കണില്ല. പിന്നെ ബ്ലഡ് പ്രഷർ 70/30 ഒക്കെ ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുക. ഓക്സിറ്റോക്സിൻ കുറയുമ്പോഴാണ് അത് താഴണത്. പക്ഷെ അതുകൊണ്ടാണ് ഈ വിറക്കണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ക്ലിയർ ആയിട്ട് എനിക്കറിയത്തില്ല. എന്നിട്ട് പിന്നെ വേറെ ഒരു ഡോക്ടർ വന്നിട്ട് പെത്തഡീൻ തന്നു. പെത്തഡീൻ തന്നു കഴിഞ്ഞപ്പോഴാണ് ഈ എപ്പിഡ്യൂറലിന്റെ എഫക്റ്റും അതും ഇതൊക്കെ ഒന്ന് കുറഞ്ഞത്. അതുവരെ എൻ്റെ ഇവിടെ വരെ നമ്മായിരുന്നു. അവര് ഐസ് വെക്കുമ്പോ ഇവിടെ വരെ അറിയുന്നുണ്ട്. ഓവർഡോസ് ഒന്നും അവര് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. പക്ഷെ എന്തായാലും അങ്ങനെയെന്ന് മീൻസ് ഇവിടം വരെ ഉണ്ടായിരുന്നു. അപ്പൊ പെത്തഡീൻ അടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് അല്ല ശരീരം നോർമലായി. എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ. ഹലോ, എന്തോ ഗോൾഡിക്ക് ബാക്കി പറയാണ്ടെന്നൊക്കെ പറയും. നീ എന്നിട്ട് പറയാനുള്ളത്? അല്ല, ആ മരുന്ന് പെത്തഡീൻ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാലൊക്കെ ഒന്ന് നേരെ, ചന്ദ്രലേഖ പോലെ കാലൊന്ന് പൊക്കും. ഇന്നലെ ആ ഡോക്ടർ പറഞ്ഞില്ലേ. ഇപ്പൊ പൊങ്ങുണ്ടോ? ഭാഗ്യം ഞാൻ പെത്തഡീൻ അടിക്കുക കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഓക്സിജൻ കുറഞ്ഞിട്ട് പൊങ്ങാണ്ട് കഴിഞ്ഞാൽ അവസ്ഥ ഇതെന്താണ് എന്റെ കാലയിലൊരു ഇത് ഇവിടെ എന്തെങ്കിലും ചെയ്ത അവര്
പ്രിക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതെന്തിനാണ് പ്രിക്ക് ചെയ്ത് എന്തോ കൊണ്ടുപോയി? നിന്നെ കൊണ്ടുപോയി. അതെനിക്കെന്താ അവര് പ്രിക്ക് ചെയ്ത് നോക്കിയത് അതിനറിയുമെന്ന് തോന്നുന്നു. നിനക്ക് വേദനയുണ്ടോ അല്ലേ? സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ നടത്തം നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഭാര്യമാർ, നമ്മുടെ ആൻറ്റിമാർ, നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. സി സെക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം നടക്കുന്നത് കുറച്ച് മല്ലായിട്ടുള്ളൊരു പരിപാടിയാണ്. സി സെക്ഷൻ എന്നല്ല, ഒരു മേജർ സർജറി നമ്മുടെ ശരീരത്തിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ എപ്പോഴാണോ അവർ നമ്മളോട് നടക്കാൻ പറയണത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മുട്ടിൽ നമ്മുടെ ACL റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം നമ്മളെ നടത്തിപ്പിക്കും. നമുക്ക് പിറ്റേ ദിവസം സെഡേഷൻ തന്നിട്ടുള്ള എൻ്റെ മരുന്നും കാര്യങ്ങളും ഒരു 24 മണിക്കൂർ നേരം നമ്മൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് രാവിലെ തന്നെ എണീറ്റ് നടക്കാൻ പറയാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ ബോഡി 10-24 മണിക്കൂറായിട്ട് ഉറക്കം മൂടിലിരിക്കണേ. ഈ മരുന്ന് മുഴുവൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് വീഴാം. ഈ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് എണീറ്റ് അപ്പം തന്നെ പോയിട്ട് മൂത്രമൊഴിക്കരുത്. ഒരുപാട് ആളുകൾ 10-55 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ കുളിമുറിയിൽ വീണ് മരിക്കുന്നത് ഇങ്ങനെയുള്ളതുകൊണ്ടാണ്. അതായത് ഈ ഉറക്കത്തിൽ നിന്ന് എൻ്റെ വശം നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ബ്രെയിൻ കറക്റ്റായിട്ട് നമ്മളുടെ ഒരു ബാലൻസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടാവില്ല. ഈ ബാലൻസ് റെഡി ആയതിനു ശേഷം, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് അതിന് ശേഷം എണീറ്റ് ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷമാണ് നടക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ വീഴും. അതേപോലെ തന്നെയാണ് ഏതാണ്ട്. അതല്ലാട്ടാ, ഇത് ഒരുപാട് എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ മരുന്നുകളുണ്ട്, ഇത്രയും വലിയ കട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതിന്ന് റിക്കവറായി വരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. ആ നടക്കുന്ന സമയത്ത് ഇവിടെ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും ആദ്യം നമ്മളതിനെ എണീപ്പിച്ച് നിർത്തുന്നു, പിന്നെ നമ്മളതിനെ പതുക്കെ നടത്തിപ്പിക്കുന്നു. ഒരു കണ്ണിലൊരു എന്തോ ഒരു ഇതുണ്ട്, കണ്ണിൽ വെളിച്ചം വന്നു, ഒരു മഞ്ഞപ്പുണ്ടാ. അമ്മ പറയണ പോലെയല്ലോ കൊണ്ട് കുണ്ടിയിലെ മഞ്ഞപ്പ് മാറാത്ത പിള്ളേരാണ്. Is that a good time to joke? No. Not really? That's good. If it is not a good time. സ്പീഡിൽ പോവല്ലേ? ഹലോ ഹലോ ഇതിന് ഫോണിലാണോ? ഇനിയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീനെ, അല്ലെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ 2 നോർമൽ പ്രസവമാണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും പിറ്റേ ദിവസം കുളിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പ്രിങ്ങുവിനെയും ഇതുപോലെ തന്നെ സി സെക്ഷനായിരുന്നു. അപ്പോൾ ആ സി സെക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഗോൾഡനെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മിഡ് വൈഫ്, ഹായ് ഗോൾഡ, നൗ യു നീഡ് ടു ടേക്ക് ഷവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സൈഡിലിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ മുഖത്തേക്കിട്ട് കം ഓൺ മേൻ ഗിവ് ഹെയർ ഷവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോ യാ നീ തന്നെ, നിനക്കെന്താ ഷവർ കൊടുത്ത കുഴപ്പം? എനിക്ക് സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല. മെൻ കൊടുക്കാൻ, അല്ലെങ്കിൽ മെന്നിന് ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം എന്ന് കരുതിയിട്ടാണ് അത്രയും ആക്രോശത്തോടക്കനെ അന്ന് ഈ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആക്ച്വലി എൻ്റെ ഭാര്യേനെ പിറ്റേ ദിവസം കുളിപ്പിക്കുന്നതിൽ വളരെ എനിക്ക് ഒരു അംഗീകാരം പോലെ എനിക്ക് തോന്നിയത്. നമ്മൾ ബാക്കിയുള്ള എല്ലാ സമയത്തും ഇവരെന്നെ കുളിപ്പിക്കുന്നുണ്ട്. ഇതെന്തപ്പോൾ പ്രസവം കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടും അല്ലേ? അങ്ങനെയില്ലേ? നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് കുളിപ്പിക്കാം. നമ്മുടെ അമ്മയും ആൻറ്റിമാരും ഒന്നും വേണ്ട, നമുക്ക് നല്ല സൂപ്പറായിട്ട് അവരെ കുളിപ്പിക്കാൻ പറ്റും. അങ്ങനെ കുളിപ്പിക്കുകയും ചെയ്തു. അത് ഭയങ്കര രസമുള്ള സമയമാണ്. കാരണം ഈ തലേദിവസം നടന്ന പ്രസവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ, അല്ലെങ്കിൽ നമ്മുടെ മോൾ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകൻ എവിടെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്നൊക്കെ ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഭാര്യ കുളിമുറിയിൽ നിന്നിട്ട് പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ പ്രിങ്ങുവിനെ പ്രസവിച്ച സമയം. അതായത് ചെറിയ ഷവറിൻ്റെ ഉള്ളിൽ ഗോൾഡ് ഇങ്ങനെ നിൽക്കണു, മോളിൽ നിന്ന് നല്ല ചൂടുവെള്ളം ഇടും, എനിക്കിങ്ങനെ മേലാകെ വേദന എടുക്കുന്നുണ്ടെന്ന് പറയണു. ഞാനിങ്ങനെ അടിയിൽ ഇരുന്നിട്ട് കാലിൻ്റെ മുകളിലിപ്പോൾ നീരൊക്കെ ഉള്ള കാരണം മസാജ് ചെയ്തിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന സമയത്ത് എൻ്റെ തലയും കൂടെ ഇങ്ങനെ ചോര കട്ടയായിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും മുകളിലേക്ക് നോക്കണത്, എന്തിങ്ങനെ ചോര വന്ന് വീണ മേലിൽ കൂടെ എന്നുള്ളത്. തലേ ദിവസം സർജറി കഴിഞ്ഞതിൻ്റെയും മറ്റുള്ള ഭാഗങ്ങളുടെയും ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വീഴാണ്, കാലും കൂടെയൊക്കെ. ഇതെന്താ പറയണ വെച്ചെങ്കിൽ വി നീഡ് ടു വിറ്റ്നസ് ദിസ്. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ്, ആൻഡ് യു ഫീൽ സോ ഗുഡ് വൈൽ യു സിറ്റിംഗ്. ആൻഡ് നമ്മുടെ ഭാര്യനെ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സുകൂടെ കടന്നു പോകുന്നത് വാട്ട് വി ആർ ഷെയറിങ്. നമ്മൾ പണ്ടൊക്കെ പ്രണയിച്ച് നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും 10 ഇരട്ടി 20 ഇരട്ടി മോർ ഇമോഷൻസാണ് ചിലപ്പോൾ ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഷവർ ചെയ്യണ സമയത്ത് പോലും നമ്മുടെ ഭാര്യയായിട്ട് ഷെയർ ചെയ്യണത്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ടു വിറ്റ്നസ് അല്ലേ കൊണ്ട്? വാട്ട് യു ഫീൽ? ഹൗ ആർ യു ഫീലിംഗ്? ഡിഡ് യു ലൈക്ക്
ഷവറിങ് ഷവറിങ് കൊള്ളായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിസേറിയൻ കഴിഞ്ഞത് ഇപ്പോൾ ഡബിൾ കട്ടാണ്. അത് ആദ്യത്തെ സർജറി കഴിയുന്നു, രണ്ടാമത്തെ സർജറി. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒന്ന് പ്രിക്കോഷണറി, അതായത് നടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 200 മീറ്റർ ദൂരത്തോളം അധികം ഭാരം ചുമക്കാതെ നടക്കാം. 200 മീറ്ററിനും കൂടുതൽ നടക്കണമെങ്കിൽ നമ്മളിവിടെ ഈ ഉന്തുവണ്ടിയിൽ ഉന്തിയിട്ട് കൊണ്ടുപോകണം. 5 കിലോ ഭാരം വരെ നമുക്ക് പൊക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 200 മീറ്ററാണ് ഇവർ റെക്കമെൻഡഡ് നടത്തമെന്ന് പറയുന്നത്. NICU വരെ എത്തണമെങ്കിൽ ഏതാണ്ട് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്ററിനും കൂടുതലുള്ളത് കൊണ്ട് എനി ടൈം കുഞ്ഞുങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോണ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് പാല് കൊടുക്കാൻ പോണ സമയത്ത് നമ്മൾ ഈ ഉന്തുവണ്ടി ഉന്തിയിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. ടി വിയിൽ മറ്റേ ഗിംബലിൻ്റെ മുകളിൽ സിനിമ നടീനെ ഉന്തി കൊണ്ടാണ് പോലെ ഉണ്ടല്ലോ കൊണ്ട് നീക്കണേ അവിടെ ചെല്ലട്ടെ. ഇതേപ്പം നമ്മള് നല്ല പണിയാണ്, കാണാൻ പോവാട്ടാ. നല്ല പണിയാന്ന് തോന്നുന്നു ഉന്തണമെങ്കിൽ. ശ്വാസം മുട്ടുണ്ടല്ലോ. ഞാൻ വളഞ്ഞ് കഴുത്തിൽ ബാഗ് ഇട്ടിട്ട് ഒട്ടകം പോലെ ഇവിടെ ഇരിക്കണം. റിയൽ വൺ മമ്മി ആദ്യമായിട്ട് കാണണല്ലോ മമ്മി. You ready for this? Open up your top. Aira. Aira, yeah. Aira and... Esme. Oh, I love that name, but I love both of them, but Esme is a bit... Okay, sorry. ഡാഡയുടെ പാല് കുടിക്കണോ? ആണോടാ? തുണി കടിക്കുക. കുജാപ്ര നല്ല അറിയണ്ടിട്ടാ. ഡാഡിക്ക് പാലില്ല കേട്ടോ മോനെ. അൺഫോർച്ചുനേറ്റ്ലി ഡാഡിക്ക് ആ കഴിവില്ല. ആ സിദ്ധി മാത്രമേ ഡാഡിക്ക് ഒഴുകുള്ളൂ. നോക്കണ്ട ചെസ്റ്റിലേക്ക് കയറ്റി ഇങ്ങനെ അവള് വളഞ്ഞു വളഞ്ഞു പോവാ. ഞാൻ കയറ്റി വെച്ചേക്കണ പോലെ ഇച്ചിരൂടെ ഇച്ചിരൂടെ. എന്നിട്ട് ഇങ്ങനെ ഈ നടുക്ക് പിടിക്കും ഇവിടെ അടിയില്. ഇവന് കുറച്ച് ഹംഗ്രി തോന്നുന്നു കേട്ടോ. ആണോടാ? കണ്ടോ കണ്ടോ? ആ ഡാഡിക്ക് ചെസ്റ്റാണ് ഉള്ളത്, നോ ബ്രസ്റ്റ്. ഇനി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ഒരു ഭാഗമാണ് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടായ അതേ സമയത്ത് തന്നെ അമ്മയുടെ മാറിടത്തിൽ അള്ളി പിടിച്ച് പാൽ നുകരേണ്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹോസ്പിറ്റൽ സിസ്റ്റത്തിലൊക്കെ ചെന്ന് ഒരുപാട് ആളുകൾ അസിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പാല് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് പറഞ്ഞേക്കാൾ മുന്നേ എൻ്റെ ചെറിയൊരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഞാൻ പ്രീമച്വേർഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അമ്മ പറഞ്ഞത് 7-ാം മാസത്തിലാണ് എന്നെ പ്രസവിക്കുന്നത്. അതായത് മാർച്ച് 23-ന് ഒറ്റ പ്രസവിക്കേണ്ട എന്നെ ജനുവരി 1-ാം തീയതിയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ആ പ്രസവിക്കുന്ന സമയത്ത് 1 കിലോയും 640 ഗ്രാമും അതോ 1700 അതായിരുന്നു അന്നത്തെ തൂക്കം എന്ന് പറയണം. അപ്പോൾ അമ്മ എന്നെ പറയുന്നുണ്ട്, എടാ നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു എലിക്കുഞ്ഞാണെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് നീ ഉണ്ടാവുണ്ടായിരുന്നായിരുന്നു എന്ന്. അതായത് അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അറയ്ക്കുന്ന പോലത്തെ ഒരു കുഞ്ഞിനെ പോലെയാണ് എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നിയത്. തലയൊക്കെ ഇങ്ങനെ പിളിഞ്ഞു പോകുന്ന രീതിയിൽ ഏത് സ്ഥലത്തേക്കാണോ കിടത്തണ വെച്ചെങ്കിൽ അവിടുത്തെ ആ തല ഇങ്ങനെ പരന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. പാല് കുടിക്കാനായിട്ട് ഇങ്ങനെ അള്ളിയിരിക്കും. അപ്പോൾ അന്നത്തെ ഡോക്ടർ പറയാണ്, അവൻ പാല് സക്ക് ചെയ്യണത് കൊണ്ട് പുള്ളിക്കാരൻ സർവൈവ് ചെയ്തോളും, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോന്ന്. അങ്ങനെ NICUവിലൊന്നും കൊണ്ടുപോകാണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അമ്മ പറയുന്നു, നീ പാലിടോ, നിനക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഇപ്പോൾ ഉള്ള പോലെ തന്നെ ആയിരിക്കും അല്ലേ കൊള്ളേ? അന്നുള്ള കൊതി ഇതുവരെ തീർന്നിട്ടില്ല. നിനക്ക് ഭയങ്കര ഏത് നേരം നീ പാല് കുടിക്കും, പളപളപളപളാന്ന് പറഞ്ഞിട്ട് തൂർന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പം കഴിഞ്ഞ സമയത്ത് എടോ എനിക്ക് വല്ല പാലും കിട്ടിയായിരുന്നാ, നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടാ? അതൊന്നും എനിക്കറിയില്ല, നീ ഇവിടെ ഒരുപാട് നേരം ഇരിക്കുമെന്ന്. ഒരുപാട് നേരം എന്നിട്ട് ഇങ്ങനെ വയറുകൊണ്ട് ഇങ്ങനെ കാണിക്കും, വെച്ചെന്നിട്ടാണ് തോന്നുന്നുണ്ടെന്ന്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടാ. എന്നിട്ട് അമ്മാമ്മ ഈ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് നിന്നെ പൊതിഞ്ഞു കൂട്ടി ആട്ടി 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 അങ്ങനെ ഇരുന്നു കുറേ കാലത്തോളം. ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ സങ്കടമായി. വേറെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞെന്ന് അത് കുഴപ്പമൊന്നുമില്ല, അവൻ 10 മാസം ടേം അവനോട് കൂടിയിട്ട് പുള്ളി അടിപൊളിയായിട്ട് വലുതായിക്കോളും. അപ്പോൾ അതുവരെ ഈ എന്താ പറയുക നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ശരിയല്ലാത്ത കാരണമാണ് അവൻ അങ്ങനെ കാട്ടിക്കൂട്ടണേ. ലങ്സും അധികം ഫോം ആയിട്ടില്ല, അതുകൊണ്ടാണ് 10 മാസം കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു. 10 മാസം കഴിഞ്ഞ് നമ്മൾ ശരിയായി ഇല്ല ഇവിടെ.
ഇപ്പോൾ നോക്കി നല്ല പയർ പോലെ നിൽക്കണം, പ്രീ ടേം വിത്ത് നോ അസിസ്റ്റൻറ്റ് സർവീസ് ഓ എനിത്തിങ്. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല, നമുക്ക് എല്ലാ അസിസ്റ്റൻസും ഉണ്ട്, നമുക്ക് എല്ലാവിധ സപ്പോർട്ട് കിട്ടും. ഇന്ന് ശാസ്ത്രം അന്നത്തേനേക്കാളും ഒരുപാട് വലുതായിട്ടുണ്ട്. പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഇങ്ങനെ ഈ വയറാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കുഞ്ഞിന് കണ്ടമാനം കുറഞ്ഞു വരും. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? ഈ മൂക്കിൽ ട്യൂബ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ കൊടുക്കുകയാണ്. ഈ സാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിലൊരു മോണിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ഇവിടെ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്നതും ചില സമയത്ത് ബ്രീത്ത് ഇല്ലാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതും. Okay. Well done. Well done. And then. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെ ഉണ്ട്. Okay. ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ലല്ലേ ഫ്രിങ്കുവിന് കാണിച്ചു വെക്കണം. ക്രിസ്മസ് അപ്പൂപ്പനാക്കി ഫ്രിങ്കുവിൻ്റെ ഏറാ. പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ലങ്സ് ഈസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. ഏതാണ്ട് 37-38 ആഴ്ചയാവണം ലങ്സ് ഫോം ആവാനായിട്ട്, അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്പ് ആവാനായിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞിന് ആ ഒരു സമയത്ത്, പ്രീ ടേം സമയത്ത് പാല് കുടിക്കുക എന്ന് പറയുന്നത് ഒരു മരാമത്ത് പണിയാണ്, എളുപ്പമല്ല. ആ പാല് കുടിക്കുമ്പോൾ തന്നെ ചോക്ക് ചെയ്യാം, പാല് കുടിക്കുമ്പോൾ തന്നെ ബ്രീത്ത് നിന്ന് പോവാം, നീല കളറൊക്കെ ആയിട്ട് മരിച്ചു പോവാം. അത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് പാല് കുടിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കും. ഒരു 3 സക്കൊക്കെയാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോഴേക്കും ടയർഡായിട്ട് ഇങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ കരയും. അപ്പോൾ ഇവർ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ കൊളസ്ട്രം ആദ്യം വരുന്ന പാല്, അത് ഞാനിപ്പോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടാ. ചെറിയൊരു സിറിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് 3 തുള്ളി 4 തുള്ളി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഇവരിപ്പോൾ ചെറുതായ കാരണം, അല്ലെങ്കിൽ പ്രീമാച്ചുവറായ കാരണം. നമ്മൾ മീൻ പിടിക്കാൻ മറ്റേ ബെയ്റ്റിൻ്റെ തുമ്പത്ത് മറ്റേ മീനിൻ്റെ സ്പെല്ലൊക്കെ കൊടുക്കണം, അതുപോലെയുണ്ട്. കുടിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുക, അതുമേ ആക്കി കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, കൈ വെച്ച് കൊടുക്കാം. നമുക്ക് ഡിഫറെന്റ് മെത്തേഡ് വേണമെങ്കിൽ ചില ബേബീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവരെ നമ്മൾ ഇതിന്റെ തുമ്പത്താക്കി കൊടുക്കുമ്പോൾ അവരതിന് ചപ്പി അപ്പൊ മുല കുടിക്കുന്ന പോലെ തന്നെ ആവും. അപ്പൊ അങ്ങനെ പഠിച്ചോളൂ. ഇതുമേ ആക്കി കൊടുക്കുക, എടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യാതെ കൊടുക്കണം. ജസ്റ്റ് അതിൽ ഇരിക്കണ്ടോ ഒരു തുള്ളി പോലെ വേസ്റ്റ് ആവത്തില്ല. കുടിക്കറാ, കളയലട്ടാ, കുടിച്ചില്ല, ഞാൻ കൊടുത്ത് കുടിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒരു നമ്മൾ അവരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒന്ന് വലിക്കണം. പണിയുണ്ട്. ഇനി ആക്കിയേ, ഇനി അങ്ങോട്ട് വെച്ചു. ഇങ്ങനെ ആയാൽ മതി അല്ലേ? അപ്പോൾ ഇത് അവർക്ക് സ്റ്റിമുലേഷൻ അവിടെ കിട്ടും പാലറ്റിൽ. നല്ല വലിയ അല്ലേ? ഇനി നമുക്കുള്ള വലിയൊരു ഡൗട്ടാണ് ഈ ഒരു ഭാഗത്ത്, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണോ അതല്ലെങ്കിൽ ഫോർമുല അല്ലെങ്കിൽ കുപ്പിപ്പാൽ, നമ്മൾ പൗഡർ മേടിച്ചിട്ട് കലക്കി കൊടുക്കുന്ന പാല് കൊടുക്കണോ, ഏതാണ് മോർ ന്യൂട്രീഷ്യസ് എന്ന്. അതിന് തൊട്ട് മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ അമ്മ പാല് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യം ബ്രസ്റ്റിൽ നിന്നും വരുന്ന ഐറ്റത്തിൻ്റെ പേരാണ് എന്ത്? കൊളസ്ട്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഈ സിറിഞ്ചിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന വളരെ തിക്ക് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതായത് ഒരു കുഞ്ഞിൻ്റെ ആമാശയം എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ml കൊള്ളാവുന്ന വളരെ ചെറിയ ഒരു പോർഷനാണ്. അവിടേക്ക് ഈ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാ ന്യൂട്രീഷനും കിട്ടിയ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ശരിയായിട്ടില്ല. ഒരു ലിക്വിഡ് അല്ലെങ്കിൽ 2 തുള്ളിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ കിട്ടാനായിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ വരുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് കൊളസ്ട്രം. ഒരു മനുഷ്യന് വേണ്ട എല്ലാ, അതായത് ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രീഷനും ഡെൻസ് ആയിട്ടുള്ള സാധനമാണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്. അമ്മമാർ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില അമ്മമാർക്ക് ഇത് പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ചില അമ്മമാർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. കുറേ ആൾക്കാർക്ക് അറിയുന്നില്ല ഈ കൊളസ്ട്രോൾ ആണോ ആദ്യം വരുന്നത് മുലപ്പാലാണോ വരണേന്നുള്ളത്. ഈ ഒരു കൺഫ്യൂഷൻ ആദ്യം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും.
നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ നമ്മുടെ മുലയിൽ വെക്കുകയും കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ നമ്മൾ ഇരിക്കുകയും ഇവർ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയും ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. പ്രിങ്ങുണ്ടായ സമയത്തും ഇതിലൂടെ കടന്നുപോയ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് നോക്കുക, നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക പൊളിഞ്ഞ് 4 മാറുന്ന ഒരു സമയമാണ്. ഈ പിള്ളേർ കിടന്ന് കരയാന്ന് പറയുന്നത് യു ഓൾ നോ ദാറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ എന്താ പറയുക ക്രാക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മുലപ്പാൽ വേണോ അതല്ല വെച്ചെങ്കിൽ ഫോർമുല വേണോ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഞാൻ എത്തുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്ന പോലെ തന്നെ 2 തുള്ളി എടുക്കുന്നു, 3 തുള്ളി എടുക്കുന്നു, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അവർ ചപ്പുമ്പോൾ ചിലപ്പോൾ 1-2 തുള്ളി കിട്ടുന്നു. അരമണിക്കൂർ നേരം ചിലപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഉറങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും എണീക്കും. ബിക്കോസ് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഏതാണ്ട് 20 ml മിൽക്ക് കിട്ടണം, അതല്ലെങ്കിൽ ഫുഡ് കിട്ടണം. എവറി ക്ലസ്റ്റർ ഫീഡിങ് എന്നാണ് പറയുക. 24 മണിക്കൂറിൻ്റെ ഇടയിൽ 8 നേരം ഭക്ഷണം കഴിക്കും. 3 മണിക്കൂർ ചിലവർ 2.5 മണിക്കൂർ ഇടവിട്ടിട്ട് ഇവർക്ക് ഫീഡ് വേണം. ആ സമയത്ത് നമ്മൾ 2 തുള്ളി 3 തുള്ളി കിട്ടിയെങ്കിലായി, കിട്ടിയോ നമുക്കറിയില്ല. അപ്പോൾ നാട്ടിൽ നമ്മളെന്താ കുട്ടികൾക്ക് അറിയണു, കുട്ടികൾ ചിലപ്പോൾ കോളിക്കാകുന്നു, അമ്മമാരെടുത്ത് നടക്കുന്നു, ആൻറ്റിമാരെടുത്ത് നടക്കുന്നു. ഇതുപോലത്തെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമുള്ള സ്ഥലത്ത് എടുത്ത് നടക്കാനും ആട്ടാനൊന്നും ആരുമില്ല. ദെൻ യു നീഡ് ടു പ്ലേ സ്മാർട്ട് ഗെയിം. എന്താണ് ആ സ്മാർട്ട് ഗെയിം? നമുക്കൊരു ഓപ്ഷൻ കൂടി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. ഫോർമുലേനെ നമ്മൾ വളരെ മോശമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ ബ്രസ്റ്റ് മിൽക്കിനേക്കാളും നമ്മൾ ഈ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നോക്കുന്ന സമയത്ത് മാക്രോ നന്നായിട്ട്, അതായത് കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് അത് എന്താ പറയുക ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. അഗെയിൻ ഞാൻ ഫോർമുലേനെ ഗ്ലോറിഫൈ ചെയ്യല്ല, നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടയും കാര്യമൊന്നുമില്ല. ബ്രസ്റ്റ് മിൽക്കിൽ എന്തൊക്കെയാണുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പക്ഷെ വേറെ എന്തെല്ലാം എക്സ്ട്രാ ഉണ്ട്? ഇമ്മ്യൂണിറ്റി ഉണ്ട്. അമ്മയിൽ നിന്നും ശരീരത്തിലുള്ള എല്ലാവിധ ഇമ്മ്യൂണിറ്റി സംവിധാനങ്ങളും ഉള്ള ഒരു സാധനമാണ് അമ്മപ്പാല്. പക്ഷേ ഇപ്പുറത്ത് ഈ ഫോർമുലയിൽ ഈ സാധനം ഇട്ട് ഇല്ലേനും. പക്ഷേ നമ്മുടെ കുഞ്ഞിന് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാത്തത് തന്നെയായിരിക്കും ഭൂരിഭാഗം കേസിലും ആദ്യത്തെ ദിവസങ്ങളിൽ ഇവർ കിടന്ന് വാവിട്ട് കരയണം. ഇവിടെ 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഇവരെ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ രാത്രി ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ കൺസെൻറ്റ് ഫോം സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, യു ക്യാൻ യൂസ് എനി ഓപ്ഷൻ, വൈ യു ഗൈസ് ആർ നോട്ട് ഗിവിങ് ഫോർമുല എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളത് പറയണില്ല അല്ലെങ്കിൽ എൻഡോർസ് ചെയ്യണില്ല എന്നുള്ളത് ശരിയാണ്. അവർക്കത് പറയാൻ പറ്റില്ല. അവർ എൻകറേജ് ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിറിഞ്ച് വെച്ചിട്ട് കൊളസ്ട്രോൾ എടുക്കുക, 2 കുട്ടികൾക്ക് ഇനഫ് കിട്ടുന്നില്ല. 2 കുട്ടികൾ കിടന്ന് നിലവിളിച്ച് ട്രൗസർ കീറുക പറയില്ല, ആ പരിവായി. അന്ന് രാത്രി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫോർമുല ഉപയോഗിച്ചോ, ഒരു പ്രശ്നമില്ല. ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഇനഫ് ഫീഡ് ഇൻ ദ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പമ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുലപ്പാലോ 2 മേക്ക് ഷുവർ അവർ കിഡ്സിന് ഇനഫ് ഫീഡ് കിട്ടുക, ഇനഫ് സ്ലീപ്പ് കിട്ടുക. യുവർ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മെൻ്റൽ ഹെൽത്തിനെ ആ ഒരു പാക്കറ്റ് ഓഫ് ഫോർമുല സഹായിക്കുന്നുണ്ട് എങ്കിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു ടു ഗിവ് ഫോർമുല. ആ റെക്കമെൻഡേഷൻ ഇങ്ങനെയാണ്. നവീൻ ഫോർമുല കൊടുക്കാൻ പറഞ്ഞു, മുലപ്പാൽ കൊടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. മുലപ്പാലിനും നിങ്ങൾ 2 ഓപ്ഷനും വെക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സകല മനസമാധാനവും നഷ്ടപ്പെടാൻ ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ മതി. കുടുംബത്ത് അടി വരെ ഉണ്ടായി കലഹം ഉണ്ടായി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈവൻ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഈ എല്ലാ ഓപ്ഷനും വെച്ചിട്ട് കരയണ സമയത്ത് അയ്യോ ഫീഡ് ഏതാ കൂടിയേ ഏതാ കുറഞ്ഞതെന്ന് പറയുന്ന കൺഫ്യൂഷൻ നിലനിന്നിട്ട് ഇവിടെ തന്നെ മുറുമുറുപ്പുണ്ട്. ഇത് പറയുന്ന സമയത്ത് എല്ലാവരും പറയും ആദ്യത്തെ 6 മാസം മുലപ്പാൽ കൊടുക്കണം, മുലപ്പാലിൻ്റെ ഉള്ളിൽ ആകെ ശക്തിമാനാണ് മറ്റേ പണ്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേ പൈസ സ്പിനാച്ച് കഴിച്ചിട്ട് ബൂസ്റ്റ് ആവണ പോലെ ഒക്കെ നമ്മുടെ കുട്ടി ആദ്യത്തെ 6 മാസം ബൂസ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഭയങ്കര രസമാണ്. ബിസ്ക്കറ്റ് കലക്കിയിട്ട് പാലിൽ കലക്കി കൊടുക്കുക, റാഗി കലക്കി പൊടിച്ച് കൊടുക്കുക, കായപ്പൊടി കലക്കി കൊടുക്കുക. കാബ്സിൻ്റെ 1500 ഫോമാണ് കുട്ടികൾ ഭക്ഷണം കഴിച്ചു തുടങ്ങണം അന്ന് മുതൽ ഇന്ന് വരെ KFCയും കൊക്കക്കോളയും കൊടുത്തിട്ടാണ് പിള്ളേർ വലുതാവണേ. ആദ്യത്തെ 6 മാസം ആകെ നിൽക്കുന്നില്ല നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഇവരുടെ ഡയറ്റൊന്നും നോക്കണില്ല, ലെറ്റ് ദം ഈറ്റ് വാട്ടെവർ ദേ വാണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 6 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾ എന്താ കഴിക്കേണ്ടതെന്നുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ 6 മാസം ആവട്ടെ, അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ.
അപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ സാഹചര്യം വരുമ്പോൾ പ്രീ ടൈം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഓപ്ഷനും തുറന്നു വയ്ക്കുക. അതല്ല വെച്ചെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ ഫീഡ് കൊടുത്ത് കരയണ സമയത്ത് അവരെന്നെ വീണ്ടും എടുത്ത് വെച്ച് വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഫീഡ് കൊടുത്ത് അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അതെ, ഇവർ പ്രീ ടൈം ആയ കാരണം നമുക്ക് പാല് കുറവായ കാരണം പാലും നമ്മൾ 25 ml അല്ലേ കൊടുക്കുന്നത്? 25 ml. ഇത് ഒരു 2.5 hours to 3 hours റൺ ചെയ്യുമല്ലേ? അല്ലെന്ന് കൊച്ചിൻ്റെ ടമ്മിയിൽ പിന്നെ അപ്പോഴാണ് വിശക്കുക. ഓക്കെ, ഗുഡ്. ഈ ട്യൂബ് ആക്ച്വലി ഇവിടുന്ന് തുടങ്ങിയിട്ട് കുട്ടിയുടെ വയറ് വരെ ഉണ്ട് കേട്ടോ. അതായത് ആമാശയം വരെ പോണ ട്യൂബാണ് ഇത്. ഇങ്ങനെ പിടിച്ചാൽ മതിയാ? ഗ്രാവിറ്റിയിൽ ഈ സാധനം കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് എത്തും. വെരി ഗുഡ്. ഭക്ഷണം കഴിക്കാൻ പോലും പണിയെടുക്കണ്ട. ഇങ്ങനൊരു ട്യൂബ് എനിക്ക് കിട്ടുമോ? അങ്ങനെയൊന്നും പറയണ്ട. അല്ല, വലുതാവുമ്പോ അത്ര ഈസി അല്ല. എന്ത് ട്യൂബാ? ശരിയാ, എൻ്റെ ഓഡിയൻസിന് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. എത്ര നേരം എടുക്കും തീരാനായിട്ട്? നേരെ വയറ്റിലേക്ക് ആകുമ്പോ വിക്കോ കുക്കോ ഒന്നും നോക്കണ്ടല്ലോ. ശരിയാ, അവറ്റങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഉറങ്ങാം, ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് എന്തോ ഉണ്ട്. ഇത് വേണ്ടല്ലോ, എനിക്ക് ഉറങ്ങിക്കറ. അവർക്കൊരു ഉപകാരമായിക്കോട്ടെ പോലെ. എന്താ അണ്ണാറക്കണ്ണാണ് എന്തോ സ്വപ്നം കണ്ട് കരഞ്ഞതാ. എനിക്ക് തോന്നുന്നു ഞാൻ പന്നിയുടെ തല വെട്ടിപ്പൊളിക്കുന്നത് എന്തോ കണ്ടു. ഇതിപ്പോൾ 25 ml കൊടുക്കുന്നത്. ഇത് ഈ ട്യൂബ് ഇട്ടിട്ടില്ലേ, ട്യൂബിൽ കൂടെ ഫുഡ് അവിടെ എത്തണേക്കുള്ള മുന്നേ ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ട്യൂബ് ആമാശയം വരെ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പരിപാടി ഉണ്ട്, ഞാൻ കാണിച്ചാൽ. ആ ട്യൂബിൻ്റെ അറ്റത്ത് ഒരു സിറിഞ്ച് വയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിനകത്തുള്ള ലാസ്റ്റ് വരെയുള്ള പാലിൻ്റെ കണ്ട ഇതങ്ങനെ എടുക്കും. കിട്ടിയ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് കളറാണ് വരിക? ഗ്രീനായി. മീൻസ് അത് വൈറ്റിലാണ്. ഏക്കടെ കണ്ട യെല്ലോ ആയിരുന്നു, അത് ഗ്രീനായി. അപ്പോൾ നമ്മുടെ ബൈലൈനകത്തുണ്ടെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ആസിഡ്. അപ്പോൾ അത് വയറ് വരെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ ടെക്നോളജി അല്ലേ. കൊച്ചിനെ എടുക്കണോ അതോ വീട്ടിൽ തന്നെ കിടത്താൻ? Okay, got the feed now. You got it. Nice. കുട്ടിക്ക് അറിയോ അത്? എന്താ സുഖം? വാ പോലും തോർക്കാതെ എൻ്റെ കയ്യിൽ വെച്ചോ. Now you got the food. Now you got the food. Oh. What is it? What is it? What is it? Dammirna. ഓക്കെ, ഡാഡാമ്മ. ഇങ്ങനെയാണ് പറ്റിക്കുക. കയ്യിൽ നമ്മൾ സിറിഞ്ച് പിടിക്കും, വായിൽ ഡമ്മി വെച്ച് കൊടുക്കും, അങ്ങനെ പറ്റിക്കും. നല്ലടാ കുഞ്ഞ. അങ്ങനെ നമ്മൾ പറ്റിക്കും. ഡാഡ 2 സ്റ്റേക്ക് അങ്ങോട്ട് കുക്ക് ചെയ്ത് തരണം. സെറ്റാവും. വേണ്ട അല്ലേ? ഇനി ഇന്നത്തെ വീഡിയോൻ്റെ അവസാനത്തെ ഭാഗം, പ്രസവശേഷം ഒരു സ്ത്രീക്ക് എന്ത് കഴിക്കാം. അതിപ്പോൾ സി സെക്ഷൻ ആയിക്കോട്ടെ, അതല്ല വെച്ചെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, എന്ത് കഴിക്കാം എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഗോൾഡയും ഞാനും കൂടിയിട്ട് കഫറ്റേരിയയിൽ ഇരുന്നിട്ട് ഗോൾഡയ്ക്ക് ബീഫ് കറി കഴിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബീഫും ചോറും കഴിക്കേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി നമ്മളെല്ലാ ദിവസവും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ബീഫായെന്ന രീതിയിൽ ഒരു സ്റ്റോറി ഇട്ടതാണ്. ആ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഒരുപാട് ആൾക്കാർ കമൻറ്റ് അയച്ചിരിക്കുകയാണ്, അയ്യോ ചേട്ടാ ബീഫ് കറി കൂട്ടിയിട്ടാണോ പ്രസവം കഴിഞ്ഞ സ്ത്രീ ഭക്ഷണം കഴിക്കണേ എന്നാണ്. ഞാൻ ആലോചിച്ചത് ബീഫ് കറി എന്താ ഫ്രൂഡാനാണോ? ഇത് ഫുരുഡാനോ വിഷമാണോ ഇത്? ബീഫ് കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ പാടില്ല എന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി വെച്ചിട്ടുള്ള എനിക്ക് പിടികിട്ടുന്നില്ല. പ്രസവം കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ കമൻ്റ് അയച്ച ആൾക്കാരോടൊക്കെ ചോദിച്ചു, നിങ്ങളോട് ആരാണ് പ്രസവം കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല പറഞ്ഞത്? ഒരു സ്റ്റഡി നിങ്ങൾ കാട്ടി തന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പാടില്ല.
പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം ബീഫാണ്, അല്ലെങ്കിൽ ചിക്കനാണ്, അല്ലേ? പ്രസവത്തെ സമയത്ത് എന്താ സംഭവിച്ചത്? 2 ഡെലിവറി എടുത്തോ, സിസേറിയനും എടുത്തോ, നോർമലും എടുത്തോ, എന്താ ഉണ്ടായി? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് എന്തായിരുന്നു? ചോരയാണ്, ബ്ലഡ്. You need to replace that blood. Your body need to make blood from what? You need to eat meat. Heme iron, most bioavailable മനുഷ്യന് ഉള്ള അയൺ, ഇരുമ്പ്. നിങ്ങൾക്ക് ഇരുമ്പ് നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അനീമിക് ആകുന്നത്. നിങ്ങൾ കഴിക്കേണ്ടത് മീറ്റാണ് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബിസ്ക്കറ്റ് അല്ല. ഇതെന്തിട്ട് കഴിക്കണേ? പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ആവണ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്ലൂക്കോസ് മേടിച്ച് കഴിക്കണം. ഏറ്റവും കൂടുതൽ മനുഷ്യന് ഈസിലി ഡൈജസ്റ്റ് ആകുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ആകുന്നത് ഗ്ലൂക്കോസ് പൊടിയാണ്. ഗ്ലൂക്കോസ് പൊടിയാണ് നിങ്ങൾ മേടിച്ച് കഴിക്കണേ? ആണോ? അതാണോ നമുക്ക് വേണ്ടത്? അല്ല, നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡാണ് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ സമീകൃത ആഹാരം കഴിക്കണം, അതിൽ ഉറപ്പായിട്ടും മീറ്റ് വേണം, നിങ്ങൾക്ക് പ്രോട്ടീൻ വേണം, വേണ്ടേ? നിങ്ങൾക്ക് കുഞ്ഞിന് പാല് വേണ്ടേ? നിങ്ങളുടെ ബോഡി ഈ പറഞ്ഞ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇറച്ചി കഴിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കമൻറ്റിന് മറുപടി അയച്ചത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന. നിങ്ങൾക്ക് ഒരു സ്റ്റഡി കാണിച്ചു തരാൻ പറ്റുമോ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകണമെന്നുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റഡി കൊണ്ടുപോയി? ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ബീഫ് കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു സ്റ്റഡി കൊണ്ടുവരണം. എങ്ങനെ? ഒരു മനുഷ്യൻ ബീഫും കോഴിയും അല്ലെങ്കിൽ മാംസം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായെന്ന് ഒരു സ്റ്റഡി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? 1. 2 ബീഫ് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി എന്നുള്ള സ്റ്റഡി തന്നെ ഇല്ല. അതെങ്ങനെയാണ് വരണേ? ബീഫ് മാത്രം കഴിച്ചിട്ടാണോ? അല്ല. 2, ബീഫ് എന്ന് പറയുന്നത് മനുഷ്യന് കംപ്ലീറ്റ്ലി ബയോ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും, ചില ആളുകൾക്ക് സിവിയർ സിക്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും മീറ്റ് കഴിക്കാൻ പറ്റാത്തത്. അല്ലാത്ത ആൾക്കാർക്ക് മീറ്റ് കഴിച്ചാൽ എന്താണ് കുഴപ്പം? കംപ്ലീറ്റ്ലി ബയോ അവൈലബിൾ ആണ്. ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് നോക്കുക പറ്റുമെങ്കിൽ. നിങ്ങളെല്ലാ ഭക്ഷണവും കഴിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബീഫ് കഴിക്കുന്നു. ആ ബീഫ് കഴിക്കുന്ന എന്താ? ബീഫ് ടേക്ക് ലോങ് ടൈം ടു ഡൈജസ്റ്റ് ആൻഡ് അബ്സോർബ്. അതുകൊണ്ട് നിങ്ങൾ അപ്പിടാൻ നേരം വൈകും, അത്രയേ ഉള്ളൂ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ മോർ ദാൻ 3 to 7 ഡേയ്സും പാസ് ചെയ്തിട്ട് അപ്പിടാത്ത അവസ്ഥയിൽ ഇരിക്കണം. ഇത് രാവിലെ എണിച്ചിട്ട് അപ്പിട്ടിട്ടില്ല വെച്ചെങ്കിൽ അപ്പം ടെൻഷനായി. അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് ആയി നമ്മൾ തന്നെ ചിന്തിക്കുക. പച്ചക്കറി എന്താ നിങ്ങൾ അപ്പിട്ട് പോണേ? ദഹിക്കാത്തത് കൊണ്ടാണ്. മോസ്റ്റ് ഡൈജസ്റ്റബിൾ ഫുഡ് പച്ചക്കറി അല്ല, ദഹിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ സാധനം. നിങ്ങൾ അപ്പി ഇടുന്ന സമയത്ത് പോർഷൻ കാണുമ്പോൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ദഹിച്ചിട്ടാ പോണേ, ദഹിക്കാത്തതാ പോണേ. ദഹിച്ചിട്ട് അബ്സോർബായ സാധനം നിങ്ങളുടെ വയറ്റിലിരുന്ന് അബ്സോർബ് ചെയ്യപ്പെടില്ലേ, അതെങ്ങനെ പുറത്തേക്ക് പോണേ? അപ്പോൾ നമ്മൾ ആക്ച്വലി ഇറച്ചി കഴിച്ചത് കൊണ്ടല്ല കോൺസ്റ്റിപ്പേറ്റ് ആവണേ. കോൺസ്റ്റിപ്പേറ്റ് ആവണമെന്നില്ല ഒന്നാമത്തെ കാര്യം. നിങ്ങൾ സമയത്തിന് പൊക്കോളും, നിങ്ങൾ പേടിക്കേണ്ട. ഇനി നിങ്ങൾ കോൺസ്റ്റിപ്പേഷൻ അസുഖമുള്ള ഒരാളാണ്, നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇറച്ചി കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിക്കണ്ട. അല്ലാണ്ട് നിങ്ങൾ ഏത് സ്റ്റഡി എടുത്ത് നോക്കിക്കോ, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ കഴിക്കേണ്ട സാധനങ്ങളിൽ നമ്പർ 1 ലിസ്റ്റിലുള്ള സാധനമാണ് മാംസഭക്ഷണം. നിങ്ങൾ എടുത്തു വെച്ചോ. നമ്പർ 1 സാധനം ഇരുമ്പ് തന്നെ. വൈറ്റമിൻ B12. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ആ മിൽക്കിൻ്റെ, നിങ്ങൾ ഈ പറഞ്ഞില്ലേ അമ്മപ്പാലിൻ്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കണമെങ്കിൽ നന്നായിട്ട് മാംസം കഴിക്കണം. നിങ്ങൾക്ക് ഇനി ഒരിക്കലും മാംസം അധികവും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് മാംസം കഴിക്കുക. നിങ്ങൾ ഇറച്ചിയും ബീഫും ഒക്കെ നിങ്ങൾ തലേദിവസം വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ബീഫൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടോട്ടാ, ഒരു കുഴപ്പമില്ല. ബീഫ് ഫുരുടാനൊന്നല്ല. ആൻഡ് യു ഷുഡ് ഈറ്റ് ബീഫ്. ഹിയർ വി ആർ സ്റ്റിൽ ഈറ്റിംഗ് മോർണിംഗ് 4 eggs, ലഞ്ച് 200 grams ബീഫ്, ഡിന്നർ 200 അല്ലെങ്കിൽ 250 grams മീൻ, ചിക്കൻ. ഇത് കാർബ്സ് വി ആർ ഈറ്റിംഗ് ഓൺലി 50 grams. നോ വെജിറ്റബിൾസ്, ബട്ടർ നൈസ്, നോ പ്രോബ്ലം. സോ ഫാർ സോ ഗുഡ്. അത് നിങ്ങൾ ചെയ്യേണ്ട. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ സമീകൃതമായ ആഹാരത്തിൽ മാംസവും പച്ചക്കറിയും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ഉൾക്കൊള്ളിക്കുക. നിങ്ങൾ ഈ സോ കോൾഡ് നമ്മൾ ഈ കാണുന്ന കാർബ് റിച്ച് ഫുഡ്, ബേക്കറി പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, യു ആർ നോട്ട് ഫീഡിങ് യുവർ നീഡ്സ്, യു ആർ ഫീഡിങ് യുവർ ക്രേവിങ്സ്. നമുക്ക് ക്രേവിങ് ആണ്. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഇങ്ങനെ ഭയങ്കര എല്ലാവിധ ഖഡൽസും കിട്ടുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് ഈ ഐസ്ക്രീം, കേക്കൊക്കെ ഒരുപാട് ആളുകൾ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ വി സ്റ്റിൽ തിങ്ക് ദാറ്റ് ദാറ്റ് ഗീവ്സ് ഒരു ഭയങ്കര ഒരു
സന്തോഷം നൽകുന്ന ഒരു സാധനമാണ്. കണ്ടിട്ടില്ലേ, എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മളൊക്കെ കൊണ്ടുവന്ന് വിളമ്പണത് പഞ്ചാരയായിരിക്കും. ഈ പഞ്ചാര നമുക്ക് തരുന്നൊരു സാധനമുണ്ട്, പക്ഷേ പഞ്ചാര ഓൺ ദ അതർ സൈഡ് ആക്ച്വലി പുട്ട്സ് യു ഡൗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റഡി എടുത്ത് നോക്കിക്കോ, കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിൽ മാംസഭക്ഷണം നന്നായിട്ട് കഴിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ടാകും, നിങ്ങളുടെ ബോഡി ഓൾറെഡി റിക്കവറി സ്റ്റേജിലാണ് ഉള്ളത്. നീഡ് ടു മച്ച് പ്രോട്ടീൻ, നീഡ് ടു മച്ച് മൈക്രോ ന്യൂട്രിയൻസ്. ഈ സാധനം നമ്മുടെ എല്ലിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ബോഡി തന്നെ വലിച്ചെടുത്തിട്ടാണ് കുട്ടിക്കുള്ള പാൽ വരെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പിന്നീട് ഓസ്റ്റിയോപോറോസിസ്, നടുവേദന, നടക്കാൻ വയ്യ. ബിക്കോസ് എന്താ പറയുന്നത്, പണ്ടത്തെ കാലത്ത് അമ്മായിമ്മമാർ പ്രസവം കഴിഞ്ഞ സമയത്ത് നമ്മളെ കൊണ്ട് പണി എടുപ്പിച്ചു, അതുകൊണ്ടാണ് നടുവേദന എന്നാ പറയുക. അല്ല, പണി എടുപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നടക്കണേ. ശരിക്കും അന്ന് നിങ്ങൾ ന്യൂട്രീഷ്യസ് റിച്ച് ഫുഡ് കഴിച്ചിട്ടില്ല, അന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ചോറും ചമ്മന്തിയല്ലോ, ഇടയ്ക്ക് ഒരു അയില് ചാളര കഷ്ണം കിട്ടിയെങ്കിലേ. അതുകൊണ്ടാണ് നടുവേദന ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഇവിടുത്തെ മലേഷ്യൻ ഫാമിലി ഗോൾഡനെ കാണാൻ വന്നപ്പോൾ ഫുള്ള് പറഞ്ഞത് ഇത് തന്നെയാണ്, ഇവരുടെയും കഷ്ടം ഇത് തന്നെയാണ്. കിടക്കേന്ന് എണീക്കരുത് കേട്ടോ. യു വൈ യു സിറ്റിംഗ്, സ്ലീപ്പ്, ഐ ബ്രിങ് ജിഞ്ചർ ആൻഡ് ഷുഗർ. എന്നിട്ട് അതുകൊണ്ട് ചൂട്, അവർ സ്നേഹം കൊണ്ടാണ് പറഞ്ഞേട്ടോ, അത് ഞാനത് എടുത്തു, അവർ മേടിച്ചു, ഇവിടെ കൊണ്ടുവന്ന സാധനം ഞാനിവിടെ വെച്ചു. നടക്കരുതെന്ന് പറഞ്ഞാൽ യു ഷുഡ് വോക്ക്. സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു 4 ആഴ്ച 5 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞ ടൈം മുതൽ നമ്മൾ നടക്കണം, കൂടുതൽ ദൂരം നടക്കണം. വീട്ടിലെല്ലാ പണിയും ചെയ്യണം. ഗോൾഡ് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. തുണി മടക്കുന്നുണ്ട്, കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നുണ്ട്, അകം തുടച്ചു വാരുന്നുണ്ട്. യു നീഡ് ടു മൂവ് എവറി ഡേ. ഈ മൂവ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായ സംഭവമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്ത്രീ മരിച്ചുപോയി. നിങ്ങൾ കേട്ടിരുന്ന ബ്ലഡ് ക്ലോട്ട്, എന്താ പറയുക, പൾമനറി അംബോളിസോ. അതിന് ക്ലക്സൈൻ്റെ ഇഞ്ചക്ഷൻ അടിക്കുകയാണ്. കഴിഞ്ഞ തവണ ഗോൾഡ് പ്രിങ്ങുവിൻ്റെ ഗർഭിണിയായ സമയത്ത് ഈ ക്ലക്സൈൻ്റെ ഇഞ്ചക്ഷൻ ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നില്ല. വിത്തിൻ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ ഗോൾഡിൻ്റെ കംപ്ലീറ്റ് മുറിവ് വരെ ഉണങ്ങി. വീട്ടിൽ അന്ന് ഇവിടെ ഈ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് 10 കിലോൻ്റെ കുക്കറിൽ ചോറ് വയ്ക്കുക. 7 പേരാണ് വീട്ടിൽ താമസിച്ചായിരുന്നത്. അപ്പോൾ അമ്മ അന്ന് ഫോൺ, ഈ കുട്ടി അങ്ങോട്ടും കൂടെ ഓടി കിടക്കണമല്ലോ. അന്ന് 2ാം നിലയുടെ മുകളിൽ നമ്മുടെ റൂമുണ്ടായിരുന്നത്. ഇവിടെ അതിൻ്റെ അവസ്ഥ. ഈ ക്ലക്സൈൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ, എനിക്കിത് ഈ ക്ലക്സൈൻ്റെ ഇഞ്ചക്ഷൻ താല്പര്യമുള്ള ആളല്ല. കാരണം ദോസ് ഹു ആർ മൂവിങ് ദേ ഡോണ്ട് നീഡ് ദിസ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അടിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് പുലിവാല ഉണ്ടാക്കുള്ള ഈ സാധനം എന്നുള്ളത് ബ്ലഡ് തിന്നറാണ്. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞു മറ്റേ കഴുത്തിൽ പൈപ്പ് കട്ട് ചെയ്ത പോലെ മുറിവിൻ്റെ ഉള്ളിൽ നിന്ന് ചോര ചാണ്ടിയത്. ഞെട്ടിത്തിരിച്ച് ഞാൻ ഇതെല്ലാം കെട്ടി വെച്ച് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഗോൾഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഗോൾഡ് വീണിട്ട് ആ സംതിങ്. ഡോക്ടറെ അടുത്ത് എന്നിട്ട് നമ്മളോട് പറഞ്ഞേ, ഇതെന്ത് ഈ പ്രശ്നം, മുറിവ് ഉണങ്ങണില്ലല്ലോ, ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇവരോട് കൊണ്ട് ചോദിപ്പിക്കുകയാണ്, ഡി നീ ക്ലക്സൈൻ എടുക്കണമെന്ന് ചോദിച്ചു. നമ്മൾ അത്യാവശ്യം നടക്കുന്നത് ഓടണമെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം നിങ്ങൾ അത്യാവശ്യം നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ക്ലക്സൈൻ എടുക്കണ്ട. ക്ലക്സൈൻ നിർത്തി 3-ാം ദിവസം ബ്ലീഡിങ് നിന്നും എല്ലാം നിന്നും മുറിവ് കംപ്ലീറ്റ് ഉണങ്ങി. സോ സി അഗെയിൻ, എല്ലാ കൺട്രിയിലും മാൻഡറ്റോറി ആണ്. ചില സ്ഥലത്ത് ക്ലക്സൈൻ ഇഞ്ചക്ഷൻ 5 ദിവസം ഉണ്ട്, ചില സ്ഥലങ്ങളിൽ 10 ദിവസം ഉണ്ട് കേട്ടോ. ഞാൻ പറയണത്, നിങ്ങൾ ആ ഡോക്ടർ റെക്കമെൻഡ് ക്ലക്സൈൻ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തോ. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കാലിൻ്റെ മുകളിൽ നിന്ന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് കയറി വരികയും, മുകളിലേക്ക് കയറി വരികയും ലങ്സ് ബ്ലോക്ക് ആവുകയും ഹാർട്ട് ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. റിസ്ക് ഉണ്ട്, അതിൻ്റെ ചെറിയൊരു റിസ്ക് ഉണ്ട്. 2 പ്രസവത്തിലും അതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, യു ഷുഡ് ബി മൂവിങ്, യു ഷുഡ് ബി ഡൂയിങ് സംതിങ്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഒരു 3 കിലോ 5 കിലോ നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് ബെയർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ പണികളും ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു ഒബ്സർവേഷനും ഇവിടുത്തെ പ്രസവത്തിൻ്റെ ആശുപത്രിയിലെ കാര്യങ്ങളും എല്ലാം ആണ്. ഒന്നും തന്നെ റെക്കമെൻഡേഷൻ അല്ല. ഒരൊറ്റ റെക്കമെൻഡേഷൻ, നിങ്ങൾ കൃത്യമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം, ഇത് മാത്രമാണ് ഇതിൽ റെക്കമെൻഡേഷൻ ആയിട്ടുള്ളത്. നിങ്ങൾ ഇറച്ചീനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ 2 മക്കളിൽ ഒരാൾ ബോൺ വിത്ത് എ കണ്ടീഷൻ, ഒരു ചെറിയൊരു ഇഷ്യൂ നോട്ടീസ് ചെയ്യുകയാണ് നമ്മുടെ ഒരു മോൾക്ക്. അപ്പോൾ ആ ഇഷ്യൂ എന്താണെന്നുള്ളതും അതിന് ലോങ് ടേം മെഡിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും അതിനിവിടെ എങ്ങനെയാണ് അവർ അനലൈസ് ചെയ്യണത് എന്നുള്ളതും, അത് കഴിഞ്ഞ് ഇവരെന്നെ നമ്മുടെ വീട്ടിലേക്ക് ട്രാൻസിഷൻ ആകുന്ന ഏരിയ എല്ലാം ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു മിക്കവാറും അടുത്ത വീഡിയോയോട് കൂടിയിട്ട് ഈ ഒരു സീരീസ് ചിലപ്പോൾ തീരുവോ കൊണ്ടേ അല്ലേ? ഇല്ല, ഇനി ഇവർ വലുതായി സ്കൂളിൽ പോകണവരെ വീഡിയോ ഞാൻ അതുകൊണ്ട് കുറേ അല്ലേ. പക്ഷേ നമ്മുടെ വീഡിയോ മുഴുവൻ ബ്ലോക്ക് ചെയ്യുക ഈ യൂട്യൂബ്, എന്താണെന്ന് മനസ്സിലാവണില്ല. അല്ലെങ്കിലും നേർമയ്ക്കൊപ്പം മലയാളി മാത്രമേ ഉള്ളൂ അല്ലേ? യൂട്യൂബ് അതില്ല ആയിരിക്കോ? എന്താണ് കുറച്ച് പൈസയൊക്കെ റെഡിയാക്കി തുടങ്ങും. നമ്മൾ ഭാര്യ മാത്രമൊക്കെ ലീവ് എടുത്തിട്ട് നിൽക്കുകയാണ്. എന്താ ഇപ്പം ഇങ്ങനെ അല്ലേ അവളുടെ
സാല വുഡ് യു ലൈക്ക് ടു ഷെയർ സംതിങ് ഹണി? ഹെൽത്ത് വൈസ് നീ ഓക്കെ അല്ലേ? ബീഫ് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബീഫ് കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു കഴിക്കാൻ പാടില്ല എന്നുള്ളത്. കഴിക്കാൻ പാടില്ല നാട്ടിൽ വെറുതെ പറയണേ, എങ്ങനെ ഒരു കുഴപ്പമില്ല കഴിച്ചോട്ടെ. പണ്ടൊക്കെ നമ്മളെന്തോ കഴിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പിങ്ങുണ്ടായി കഴിഞ്ഞിട്ട് മീൻ വറുത്തതും ചോറും ഇറച്ചി കുറവില്ല ഇവിടെ. മീറ്റ് അതെനിക്ക് ഓർമ്മയില്ല. അന്ന് ഇഷ്ടംപോലെ ചോറും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇല്ല എന്ന് മാത്രം. അപ്പൊ അല്ലാതെ ഞാൻ ഓക്കെ, അല്ലാതെ എല്ലാം ഓക്കെയാണ് ഇപ്പം. ബ്യൂട്ടിഫുൾ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെ ഒരു റുട്ടീനിലേക്ക് മുഖത്തൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്, ഉറക്കം പോയിട്ട് ഇത് ഇതൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നിന്റെ ഗ്ലോറിഫൈ എല്ലാം കുറഞ്ഞു. എന്തായാലും പറയാ എന്താ ഇനി മറ്റേ പ്രസവത്തിന് പോണെങ്കിലും മുന്നേ നീ എന്താ ബ്ലഷിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ബ്ലഷിങ് ഇപ്പൊ ഗ്ലുഷിങ് ആയി. ഇപ്പൊ റെഡിയാവും. ആദ്യമായിട്ട് ഞാൻ 7:30 എണീറ്റ്. ആദ്യമായിട്ട് 7:30 എണീറ്റ്, മറ്റേത് ഉറങ്ങണില്ല, അങ്ങനെ ഒരു ഓളത്തിൽ പോവായിരുന്നു. അല്ല, അല്ലെങ്കിൽ നമ്മളെ പിന്നെ എല്ലാവർക്കും ട്വിൻസിന് മേലെ കുഞ്ഞുങ്ങളുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു കൂപ്പ് കൈ. ഓ മൈ ഗോഷ്, ദിസ് ഈസ് ടു മച്ച് ബ്രദർ. ഞാൻ മിക്കവാറും ജോലി രാജി വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെയായിട്ട് പിള്ളേർ വലുതാവണ നല്ല വയ്ക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ. കുട്ടികൾ ശബ്ദമുള്ള സ്ഥലത്ത് കിടന്നിട്ടാണ് പകൽ കിടക്കേണ്ടത്, അല്ലാണ്ട് ശബ്ദമൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ സൗണ്ട് ഇല്ലാണ്ട് അവർക്ക് ഇന്നോ കാണുന്നുണ്ട്. പക്ഷെ ശബ്ദം കേട്ട് എണീറ്റ് കഴിഞ്ഞാൽ കുരു പൊട്ടും.